കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് ഈ ക്രൈസ്റ്റ് റവലേഷൻ എന്ന് പറയുന്ന പേജിൽ പാസ്റ്റർ അനിൽ ബെനീസിന് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ദർശനത്തിൻ്റെ ഭാഗമായി മരുഭൂമിയിലെ സഭ എന്ന തീമിനെ അധികരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ പ്രഭാഷണങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നു വരികയാണ്. വളരെ ശക്തന്മാരായിട്ടുള്ള കർത്തൃദാസന്മാർ ദൈവവചനത്തെ ആസ്പദീകരിച്ചിട്ട് വളരെ ശക്തിയേറിയ ദൈവശബ്ദം അറിയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എനിക്കും നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കരുണയാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവം എനിക്ക് തന്നിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒട്ടും മറകൂടാതെ അതിൻ്റെ തീവ്രതയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവവചനത്തെ ശ്രദ്ധിക്കുവാൻ ഇടവരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വചനത്തിൽ ഈ ചിന്തയിൽ നിന്നുകൊണ്ട് ഒന്ന് തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അല്പം കാര്യങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്നറിയേണ്ടതിന് ഇത് എഴുതുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോണം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇതെഴുതുന്നു. ഞാൻ ഈ സബ്ജക്റ്റിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുൻപ് സഭ എന്ന വിഷയത്തെ ഒന്ന് തൊടാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. സഭ, ഈ സഭ എന്നുള്ളതിന് പൊതുവെ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. എബ്രായ ഭാഷയിൽ കാഹൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ എക്ലീസിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഈ കാഹൽ എന്ന് പറഞ്ഞാലും എക്ലീസിയ എന്ന് പറഞ്ഞാലും സമൂഹം, കൂട്ടം, യോഗം, സമിതി എന്നൊക്കെ നമുക്കത് അതിനർത്ഥം കൊടുക്കുവാനായിട്ട് കഴിയും. വാസ്തവത്തില് ഈ എക്ലീഷിയ എന്ന് പറയുന്നത് ഒരു ടെർമിനോളജി മാത്രമാണ്. അത് ഒരു തിയോളജിക്കൽ വേർഡായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എല്ലാ ഏരിയയിലും ഈ എക്ലീഷിയ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ സൈഡിലായാലും, അത് സെക്യുലർ സൈഡിലായാലും, അത് റിലീജിയൻ സംബന്ധമായിട്ടായാലും ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. അതിന് പല തെളിവുകൾ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 19:41 വായിക്കുമ്പോൾ ജനസംഘം എന്ന് പറയുന്നത് കാണാം. അപ്പോസ്തല പ്രവൃത്തി 19:39 വരുമ്പോൾ ധർമ്മസഭ എന്ന് പറയുന്നത് കാണാം. അപ്പോസ്തല പ്രവൃത്തി 7:38 വരുമ്പോൾ മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് കാണാം. എബ്രായ ലേഖനം 2:12 വരുമ്പോൾ സഹോദരന്മാരുടെ സഭാമധ്യേ എന്നത് കാണാം. ഇതൊക്കെ പുതിയ നിയമസഭയുടെ കൺസെപ്റ്റിന് അപ്പുറത്തുള്ള ഒന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഏരിയയിലും സെക്യുലർ ഏരിയയിലും റിലീജിയസ് ആയിട്ടുള്ള ഏരിയയിലും ഈ സഭ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ എക്ലീഷിയ എന്ന കേവല ടെർമിനോളജിയുടെ അപ്പുറത്ത്
ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുമ്പോഴേക്കും അത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇവിടുത്തെ എല്ലാ സഭകളും തകർന്നു പോകുന്ന സഭകളാണ്. എന്ന് പറയുമ്പം അസംബ്ലി അല്ലേ, നിയമസഭ, അങ്ങനെ സഭ കൂടി സഭ പിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഈ പറയുന്ന ജനസംഘം, ധർമ്മസഭ, മരുഭൂമിയിലെ സഭ, ഈ സഭകളെല്ലാം തകർന്നു പോകുന്ന സഭകളാണ്. പക്ഷേ ക്രിസ്തുവിന്റെ സഭ, അതായത് ബൈബിൾ പറയുന്ന പുതിയ നിയമസഭ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അതിശക്തമായി സജീവമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയുടെ സ്വഭാവം, ക്രിസ്തുവിന്റെ സഭയുടെ ഘടന, ക്രിസ്തുവിന്റെ സഭയുടെ ലക്ഷ്യം, ഇവയെല്ലാം വളരെ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ പോകുന്നത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പം പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് കർത്താവിന്റെ സഭ. പാതാള ഗോപുരങ്ങൾ ഈ സഭയെ തകർക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നും സഭ നിൽക്കുകയാണ്. സഭയെ നാമ്പോടെ നുള്ളിക്കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ അണിനിരന്നിട്ടുള്ള ഇടങ്ങളിലെല്ലാം, കച്ച കെട്ടിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം ശക്തിപൂർവം പടർന്നു കയറിയ ചരിത്രമാണ് സഭയുടെ ചരിത്രം. ഒരു കാലഘട്ടത്തിൽ സഭാപിതാവ് പറഞ്ഞില്ലേ, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച് എന്ന്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. അതിന്റെ കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനും സത്യത്തിനും വേണ്ടി നിന്നപ്പോൾ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ സഭയ്ക്കുണ്ടായി. പക്ഷേ രക്തസാക്ഷികൾ പെരുകും തോറും സഭ വളരുകയായിരുന്നു. അതുകൊണ്ടാണ് സഭാപിതാവ് പറഞ്ഞത്, the blood of the martyrs is the seed of the church. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. സഭ വളരുകയായിരുന്നു. സ്തോത്രം. ഇതാണ് സഭയെക്കുറിച്ചുള്ള ഒരു കൊച്ച ആമുഖം. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില ആളുകളെങ്കിലും സഭയെയും ഇസ്രയേലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു പറയുന്നത് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. എന്നാൽ സഭയെയും ഇസ്രയേലിനെയും തമ്മിൽ യാതൊരു കാരണവശാലും ബന്ധിപ്പിച്ച് പറയാനായിട്ട് കഴിയത്തില്ല. അക്കമിട്ട് നിരത്തി പറയത്തക്ക വിധത്തിൽ ധാരാളം തെളിവുകൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് കഴിയും. നീ ഇസ്രയേലും സഭയും രണ്ടാണ്. അത് പറയാനുള്ള കാരണം ഇവ രണ്ടും രണ്ട് യുഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇസ്രയേൽ സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗത്തെയും പുതിയ നിയമസഭ എന്ന് പറയുന്നത് കൃപായുഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. രണ്ട് കാലയളവുകളെയാണ് ഈ രണ്ട് സഭകൾ പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ പറയുന്നത്. എല്ലാ ഗണങ്ങളിലും എല്ലാ യുഗങ്ങളിലും ഒരു രക്ഷിത ഗണമുണ്ടെങ്കിലും അവർ എല്ലാം തന്നെ സഭയോ സഭയിൽ ഉൾപ്പെട്ടവരോ അല്ല. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ കാണുന്ന ഇസ്രയേലിന്റെ പിന്തുടർച്ചയോ യഹൂദ മതം മറ്റൊരു പേരിൽ പ്രത്യക്ഷപ്പെട്ടതോ അല്ല പുതിയ നിയമത്തിന്റെ സഭ. യഹൂദ സഭയുടെ മറുപേരല്ല പുതിയ നിയമസഭ. ആ കാര്യം വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. അതിനെ തരംതിരിച്ച് മനസ്സിലാക്കാൻ, അതിനെ ഗൗരവപൂർവം നിങ്ങളുമായി പങ്കുവെക്കത്തക്ക വിധത്തിൽ ധാരാളം തെളിവുകൾ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പം പ്രവാചകന്മാർക്ക് ഒരു കാലമുണ്ടായിരുന്നു. എപ്പോ വരെ? ന്യായപ്രമാണത്തിന്റെ ഒരു കാലമുണ്ടായിരുന്നു. എപ്പോ വരെ? യോഹന്നാൻ വരെ. അപ്പൊ അത് വേറൊരു കാലയളവാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. കേട്ടോ, രണ്ട് കാലയളവാണ്. തീർന്നില്ല. റോമലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാം. കേട്ടോ, ന്യായപ്രമാണത്തിന്റെ അവസാനം ആകുന്നു. ഇനി ഗലാത്യ ലേഖനം 5:4 വരുമ്പോൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കണ്ടോ, അപ്പൊ ന്യായപ്രമാണത്തിന്റെ നീതീകരണം വേറെയാണ്, കൃപയുടെ നീതീകരണം വേറെയാണ്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി തിരിച്ചറിയണം,
പഴയ നിയമ ഇസ്രയേലിന്റെ പിന്തുടർച്ചയല്ല, പുതിയ നിയമ സഭ. രണ്ടും രണ്ടാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. അപ്പൊ രണ്ടാമത്തേതിന് എന്ത് ചെയ്തു? ഇടം അന്വേഷിച്ചു. അതുകൊണ്ട് തന്നെ പുതിയ നിയമസഭയും ഇസ്രയേലും രണ്ടും രണ്ടാണ്. പുതിയ നിയമത്തിൽ സ്വാഭാവിക ഇസ്രയേലിനെയും സഭയെയും ജാതികളെയും തമ്മിൽ വിവേചിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ മരുഭൂമിയിലെ സഭ എന്നൊരു ടൈറ്റിൽ ഈ പഠനങ്ങൾക്കുള്ളത് കൊണ്ട് ഇസ്രയേലുമായി ഇതിനെ കണക്ട് ചെയ്യരുത്. രണ്ടും രണ്ടാണ്. കാരണം ഇതിനെ മൂന്നിനെയും മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? ഇസ്രയേലിനെ വേറെയും സഭയെ വേറെയും ജാതികളെ വേറെയും പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. കണ്ടോ? അവർക്ക് വേണ്ടി, കേട്ടോ, അവർ രക്ഷിക്കപ്പെടണം. അവര് ഇതിന്റെ ഭാഗമാകുകയല്ല, അവർ രക്ഷിക്കപ്പെട്ടു വരികയാണ്. നമുക്കറിയാം, ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ജെറുസലേം കൗൺസിൽ എന്ന് വിളിക്കുന്ന ആ ജെറുസലേം കൗൺസിലിന്റെ തന്നെ കാരണം എന്തായിരുന്നു നമുക്കറിയാം. യഹൂദ മര്യാദകൾ കൂടെ ആചരിക്കണമെന്ന് പറഞ്ഞ് യഹൂദവാദികൾ ജൂവിഷ് ലീഗലിസം ദൈവസഭയ്ക്കകത്തേക്ക് കയറാൻ വന്നപ്പോൾ അതിനെയാണ് അപ്പോസ്തലന്മാർ കൃത്യമായി നിർവചിച്ചത്. അതിനെ വിചാരിപ്പാനാണ് അവർ ഒരുമിച്ച് വന്നുകൂടിയത്. യഹൂദന്റെ ആചാരങ്ങളൂടെ അനുഷ്ഠിക്കണമെന്ന് പറയാൻ ഗലാത്യ സഭയിൽ ചിലർ കയറിയപ്പോഴാണ് പൗലോസ് പറയുന്നത്, യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ ഇടയിൽ വരച്ചു കാട്ടിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ. അപ്പൊ ഇവിടെയെല്ലാം രണ്ടിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. അപ്പൊ അതാ റോമൻ 10:1 പറയുന്നത്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവിടെ ഉപയോഗിക്കുന്ന പദം കണ്ടോ? അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. 3-ാമത്തെ വാക്യം നോക്കിയേ, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം ആകുന്നു. അടുത്തത് കണ്ടോ? ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം തന്നെ പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും. താഴെ പറയുന്നു, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം. എന്നിട്ട് പറയുക, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, പുതിയ നിയമസഭയും ഇസ്രയേലും തമ്മിൽ കൃത്യമായ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. കൃത്യമായി അപ്പോസ്തലന്മാർ അതിനെ വകതിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിനെയും കുഴച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം പുതിയ നിയമസഭ വേറെ, ഇസ്രയേൽ വേറെ. ഞാൻ ആ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത. അപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ സഭയ്ക്ക് കുറഞ്ഞത് 80-ൽ പരം പേരുകളെങ്കിലും പുതിയ നിയമത്തിൽ വിവിധ ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. കുറഞ്ഞത് 80-ൽ പരം പേരുകൾ. എല്ലാ പേരുകളും ഒന്നും പറയാനായിട്ട് ഇന്ന് രാത്രി എന്റെ മുമ്പിൽ സമയമില്ലെങ്കിലും ചില പേരുകൾ ഞാൻ പറയാം. ക്രിസ്തു സഭ, ദൈവസഭ, ആദിജാതന്മാരുടെ സഭ, വിശുദ്ധന്മാരുടെ സഭ, ക്രിസ്തുവിന്റെ ശരീരം, കാന്ത, ദൈവത്തിന്റെ ജനം, സ്വന്ത ജനം, വിശുദ്ധ വംശം, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, ആത്മീയ ഗ്രഹം, വിശുദ്ധ മന്ദിരം, ദൈവത്തിന്റെ നിവാസം, സത്യത്തിന്റെ തൂണ്, അടിസ്ഥാനം, വ്രതന്മാർ, വിളിക്കപ്പെട്ടവർ, മുന്നറിയപ്പെട്ടവർ, സ്വർഗീയ വിളിയുടെ ഓഹരിക്കാർ, ദൈവത്തിന്റെ ഭവനക്കാർ, ക്രിസ്തുവിന്റെ കൂട്ടാവകാശികൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി എന്തെല്ലാം പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുതിയ നിയമസഭ എല്ലാറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു നല്ല പഠിതാവിനെ പോലെ ഈ പഠനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഈ സഭയുടെ ആരംഭം എന്നാണ്
ഈ സഭ എന്നാണ് ആരംഭിക്കപ്പെട്ടത്, ഈ സഭ ആരംഭിക്കപ്പെട്ടത് എന്നാണെന്നുള്ളതിനെ കുറിച്ച് വളരെ തർക്കങ്ങൾ നിലവിലുണ്ട്. എന്നാൽ എൻ്റെ ബോധ്യവും ഞാൻ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആ ഒരു സ്തോത്രം ആ ബോധ്യവും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നിയമസഭ എന്നാണ് സ്ഥാപിതമായത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പെന്തക്കോസ്തു നാളിലാണ് പുതിയ നിയമസഭ സ്ഥാപിതമായത്. അതങ്ങനെ പറയത്തക്ക വിധത്തിൽ കൃത്യമായ തെളിവുകൾ എൻ്റെ മുൻപിലുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ചിന്താഗതികളും പഠിപ്പിക്കലുകളും നിലവിലുണ്ട് എന്നുള്ളത് വളരെ കൃത്യമേറിയ ഒരു കാര്യമാണ്. പുതിയ നിയമസഭ ആദാമിന്റെ കാലം തൊട്ടേ ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 9 ശേഷം, അതായത് കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് വന്ന് ആ റിവൈവൽ ക്രൂസൈഡ് നടത്തിയതിന് ശേഷമാണ് പുതിയ നിയമസഭ ഉളവായത് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 28 ശേഷമാണ് പുതിയ നിയമസഭ ഉണ്ടായത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഇതൊന്നും ശരിയല്ല. കാരണം സ്തോത്രം, പുതിയ നിയമസഭ ഉൽപ്പാദിതമായത് മാളിക മുറിയിലാണ്, പെന്തക്കോസ്തു നാളിലാണ്. അതിന് കുറഞ്ഞത് 4 തെളിവുകളെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ നിരത്തി വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ നിയമസഭ പെന്തക്കോസ്തു നാളിലാണ് ആരംഭിച്ചത്. 4 തെളിവുകൾ. അതിൽ ഒന്നാമത്തെ തെളിവ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ പൂർത്തിയാക്കിയ രക്ഷണ്യ വേലയുടെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സംഭവിച്ച ശുദ്ധീകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നവരാണ് സഭ. അതിനാൽ ക്രിസ്തുവിന്റെ മരണം സംഭവിക്കുന്നത് വരെ പുതിയ നിയമസഭ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. കാരണം യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണവും വിശുദ്ധീകരണവുമാണ് നമ്മൾ പ്രാപിക്കുന്നത്, അല്ലെ? സ്തോത്രം. റോമലേഖനം 3-ാം അധ്യായം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവന്റെ രക്തത്താൽ, അവന്റെ പ്രായശ്ചിത്ത രക്തത്താൽ സൗജന്യമായി നാം നീതീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണ് സഭയ്ക്കകത്തോട്ട് പ്രവേശിക്കുന്നത്. രക്തത്താൽ കഴുകൽ പ്രാപിക്കപ്പെട്ടവരാണ് സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. അല്ലാത്തവരെല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് എന്ന് വായിക്കുന്നുണ്ട്. ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ അതിന്റെ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കുന്ന ആ ജനത്തിന്റെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ആ ഭാഗത്ത് അക്കമിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ റോമലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിലേക്ക് ഒന്ന് വരാൻ പോവുകയാണ്. അവിടെ ന്യായപ്രമാണ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു വെളിപ്പെടുന്നത് വരെയുള്ള ആ പ്രശ്നങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ നിങ്ങളെ 3-ാം അധ്യായത്തിന്റെ ഒരു 5-ാം വാക്യം തൊട്ട് താഴോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? 10-ാം വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന് ശവക്കടി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. എന്നിട്ട് 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുമായി അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിനത്രേ. 20-ാമത്തെ വാക്യം, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പം സഭ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നതാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം പ്രായശ്ചിത്ത ബലിയാൽ ഉളവായി വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെന്തക്കോസ്തു നാളിൽ മാളിക മുറിയിലാണ് ദൈവസഭ ഉൽപ്പാദിതമായത്. ഇനിയും അതിന്റെ 2-ാമത്തെ തെളിവ്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ മാത്രമാണ് സഭയ്ക്ക് പുനരുത്ഥാനത്തിന്റെ ജീവൻ ലഭിക്കുന്നത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് മുമ്പ് സഭ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് ഇക്കാര്യം കൊണ്ട് വ്യക്തമാണ്. സ്തോത്രം. നമ്മൾ ഈ പുതിയ നിയമത്തിന്റെ പുനരുത്ഥാനത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരാണ് മുൻപേ ഉയർക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, അല്ലെ? 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് നമ്മളത് വായിക്കണം. അവിടെ
പുനരുത്ഥാനത്തെയും കർത്താവിനെയും സംബന്ധിച്ച് കൃത്യമായി അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയോ, 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, കണ്ടോ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കണ്ടോ, യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ സഭയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാഹളം ധ്വനിക്കുമെന്ന്, ഈ മരിച്ചവർ ഉയർക്കുമെന്ന്, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്ന് സഭയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളോട് ചേർന്നാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് സഭ ഉളവായത്. കാരണം സകലതിന്റെയും ആദ്യ ഫലം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ 16-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തു മരിച്ച് പുനരുത്ഥാനം ചെയ്തതിന് ശേഷമാണ് സഭ ഉൽപ്പാദിതമായതെന്നുള്ളതിന്റെ 2ാമത്തെ തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് ഇരുത്തിയതിന് ശേഷമാണ് ദൈവം ക്രിസ്തുവിനെ സകലത്തിനും ഇത് തലയാക്കി വെച്ചത്. സ്തോത്രം. എന്നിട്ട് നമ്മൾ ആ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിച്ചു വരുമ്പോൾ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായ ശരീരമായ സഭയ്ക്ക് കൊടുത്തു എന്ന് വായിക്കുകയാണ്. അവനെ കർത്താവാക്കിയത്, സ്തോത്രം, മരിച്ചുയർത്തെഴുന്നതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് സകലതും അവന്റെ കാൽ കീഴാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് അവനെ സഭയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് സഭ ഉൽപ്പാദിതമായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷമാണ്, മാളിക മുറിയിലാണ്. ഇനി നാലാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ മന്ദിരമാണ് നാം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അവിടെ ദൈവം വസിക്കുന്ന മന്ദിരമാണ് നാം. സ്തോത്രം. മന്ദിരമാണ് പുതിയ നിയമസഭ. ഈ പുതിയ നിയമസഭ പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തതിന് ശേഷമാണ് ഉൽപ്പാദിതമായത്. 4 തെളിവുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സഭയുടെ ആരംഭത്തെക്കുറിച്ച്, സഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് അല്പം പോലും സംശയം വേണ്ട. സഭയുടെ ഉത്ഭവം മാളിക മുറിയിലാണ്, പെന്തക്കോസ്ത് നാളിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ സഭ എന്താണ്, എന്തല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി സഭയെ അല്പം കൂടെ കാര്യമായിട്ട് ഞാനൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഭ ഒരു മർമ്മമാണെന്നാണ് പൗലോസ് പറയുന്നത്. സഭ ഒരു മർമ്മം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് സഭ ഒരു മർമ്മമാണ്. സഭ ഒരു മർമ്മമാണ് എന്ന് പറയുമ്പോൾ, കൊലോസ് ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർ ിരിക്കുന്നു. കേട്ടോ, ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. സഭ ഒരു മർമ്മമാണ്. സഭ ഒരു മർമ്മമാണ്. ഇനിയും അത് മാത്രമല്ല, റോമലേഖനത്തിൽ മറ്റും പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും എന്ന് പറയുന്നുണ്ട്. അപ്പോ സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം പ്രിയരെ, ഈ സഭയെ വിളിച്ചിരിക്കുന്ന പേരെങ്ങനെയാണ്? ഏക ശരീരം എന്നാണ് ഈ സഭയെ വിളിച്ചിരിക്കുന്നത്. സഭ ഏക ശരീരമാണ്. ഏക ശരീരം എന്ന് പറയുമ്പോൾ യഹൂദനെന്നോ യവനനെന്നോ ബർബരനെന്നോ ശകനെന്നോ ദാസനെന്നോ വ്യത്യാസമില്ലാതെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ഏക സമൂഹമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്തു വന്നാൽ, രക്ഷിക്കപ്പെട്ട യഹൂദന്മാരും യവനന്മാരും സകലരും ചേർന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭ. അതിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. വ്യത്യാസമൊന്നുമില്ല. സ്തോത്രം. നമ്മളെ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും എന്നാണ് വിളിച്ചിരിക്കുന്നത്. എവിടെയാണെന്ന് അറിയാമോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന പേരെന്താണ്? ഏക ശരീരസ്ഥർ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നതുപോലെ പൂർവ്വകാലങ്ങളിൽ വെളിപ്പെട്ടു വന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും
വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് അത്രേ. അപ്പൊ ശ്രദ്ധിച്ചേ, നേരത്തെ യഹൂദന്റെ വിശ്വാസത്തിനനുസരിച്ച് പല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പം പരീശൻ എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണം എന്ന് പറയുന്നത്, യഹൂദൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും, സ്തോത്രം, നീ ഒരു സ്ത്രീയായിട്ട് എന്നെ സൃഷ്ടിക്കാഞ്ഞതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ ഒരു ചുങ്കക്കാരനായിട്ടോ ഒരു പാപിയായോ എന്നെ സൃഷ്ടിക്കാഞ്ഞതിനാൽ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ഇത് സ്തോത്രം യഹൂദന്റെ പ്രാർത്ഥനയുടെ ഒരു ശൈലിയാണ്. എന്നാൽ ഇപ്പോ സ്തോത്രം ഇവിടെ പറയുകയാണ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ യഹൂദൻ എന്ന് വ്യത്യാസമില്ല, ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ യവൻ എന്ന് വ്യത്യാസമില്ല, ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ ബർബരൻ എന്ന് വ്യത്യാസമില്ല, ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ ഈ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഒന്നാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രകർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അപ്പൊ ഏക ശരീരസ്ഥർ എന്ന് പറയുമ്പോൾ അതിനകത്തില് ഒരു വ്യത്യാസവും. എല്ലാവരും സ്തോത്രം ക്രിസ്തുവിൽ ഒന്നാണ്. സ്തോത്രം. ഇനിയും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് സഭയെ പറഞ്ഞിരിക്കുന്നത്. ആ വിധത്തില് നമ്മൾ പുസ്തകങ്ങളെ തന്നെ പഠിച്ചു വന്നാല് എഫേസ്യ ലേഖനം തലയായ ക്രിസ്തുവിന്റെ ശരീരമായ വെളിപ്പാടാണ് പറയുന്നതെങ്കിൽ കൊലോസ്യ ലേഖനം സ്തോത്രം ശരീരമായ ക്രിസ്തുവിന്റെ തലയായ സഭയുടെ വെളിപ്പാടാണ് പറയുന്നത്. അപ്പം ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഇതുപോലെ തന്നെ സഭയെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ളത്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. സ്തോത്രം. സഭ ക്രിസ്തുവിന്റെ കാന്തയാണ്. ഇവിടെ ഈ മരുഭൂമിയിലെ സഭ എന്ന പ്രയോഗത്തെ ഞാൻ അല്പം കാര്യമായിട്ട് ഒന്ന് വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പരമാവധി എന്നോടൊപ്പം വരണം. മരുഭൂമിയിലെ സഭ എന്നുള്ളത് ഈ മണവാട്ടി സഭയുമായി ബന്ധിപ്പിച്ചാണ് നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചോണം. ഈ മരുഭൂമിയിലെ സഭ എന്ന് പറയുമ്പം സ്തോത്രം ഒരിക്കലും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെട്ട ജനതയാണ് എന്ന് ചിന്തിക്കരുത്. സ്തോത്രം. മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് കേവലം ഒരാലങ്കാരിക പദപ്രയോഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണാം. ചിലരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. സ്തോത്രം. അപ്പം സഭയെ വിശ്വാസക്കപ്പലിൽ യാത്ര ചെയ്യുന്ന ലോകമാകുന്ന സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ഒന്നായിട്ടാണ് അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത. നമ്മളങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് എന്നൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ലോകത്തെ സമുദ്രമായും സഭ അതിലൂടെ യാത്ര ചെയ്യുന്നവരായിട്ടും ഒക്കെ നമ്മൾ പാടാറുണ്ട്. ലോകമാം ഗംഭീരവാരുതി വിശ്വാസ കപ്പലിൽ ഓടിയിട്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു പ്രയോഗമാണ് മരുഭൂമിയിലെ സഭ. അല്ലാതെ സ്തോത്രം സഭ മരുഭൂമിക്കകത്താണെന്നും അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് കണക്ഷൻ ആണെന്നും ഒന്നും ചിന്തിക്കരുത്. ചില സമയങ്ങളിലൊക്കെ താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വിശേഷിച്ച് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ താരതമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെന്നും നമ്മളെന്നും തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടും രണ്ടാണ്. സ്തോത്രം. ഞാനത് ആ ഭാഗം ഒന്ന് പറയാമേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴെയായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ സ്നാനമേറ്റു മോശയോടെ ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആകാരം നിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല കേട്ടോ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ ആ പദങ്ങൾ കേട്ടോ. അവർ നിങ്ങൾ അവരെ തള്ളിയിട്ടു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിന്റെ മർമ്മം പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിനാല്. ഇതെന്താണ്? നമുക്ക് ദൃഷ്ടാന്തമാണ്. അപ്പൊ പഴയ നിയമത്തിലെ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത ആ സഭയെ
ദൃഷ്ടാന്തമായിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ സ്തോത്രം മരുഭൂമിയിലെ സഭ എന്ന് പറയുമ്പോൾ ആ കണക്ഷനിലാണ് വരുന്നതെന്നൊന്നും ആരും ചിന്തിക്കരുത്. സ്തോത്രം അത് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞാണ്. അവരുടെ യാത്ര, അവരുടെ സ്വസ്ഥത കനാനാണ്. അവരുടെ സ്വസ്ഥത കനാനാണ്. പക്ഷെ നമ്മുടെ സ്വസ്ഥത കനാനല്ല. നമ്മൾ കനാനും കൊണ്ട് സ്വസ്ഥരാകുന്നവരല്ല. കനാനല്ല നമ്മുടെ സ്വസ്ഥത. അവരുടെ സ്വസ്ഥത വാഗ്ദത്തത്തിന്റെ മണ്ണായ വാഗ്ദത്തം ഉറങ്ങുന്ന കനാനാണ്. പക്ഷെ നമ്മുടെ സ്വസ്ഥത കനാനല്ല, നിത്യതയാണ്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. അപ്പൊ നമ്മുടെ സ്വസ്ഥത ഏതാണ്? നമ്മുടെ സ്വസ്ഥത എന്ന് എബ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നാമും ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. പക്ഷെ നമ്മുടെ സ്വസ്ഥത ഗൗരവത്തോടെ ശ്രദ്ധിച്ചോണം, അത് കനാനല്ല. സ്തോത്രം. ഇസ്രായേലിന്റെ സ്വസ്ഥത കനാനാണ്. നമ്മുടെ സ്വസ്ഥത നിത്യതയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതാണ് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത്. കെ.വി. സൈമൺ സാർ പാടുന്നത് പോലെ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു യാത്രയുണ്ട്. അതാണ് വാസ്തവത്തിൽ സഭയുടെ സ്വസ്ഥത എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നട്ടിട്ടില്ലാത്ത തോട്ടവും കെട്ടിയിട്ടില്ലാത്ത വീടും പിന്നെ വെട്ടിയിട്ടില്ലാത്ത കിണറും, അങ്ങനെ ഏതെങ്കിലും ഒരു ഭൗതിക മണ്ഡലം അനുഭവിക്കുന്നതും കുറെ യുദ്ധം ചെയ്യുന്നതും അങ്ങനെ ഒരു കനാൻ ലക്ഷ്യമാക്കുന്നതും പ്രാപിക്കുന്നതുമല്ല നമ്മുടെ സ്വസ്ഥത. നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സ്വസ്ഥത നിത്യതയാണ്. നമ്മുടെ സ്വസ്ഥത നിത്യതയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പാപം വസിക്കുന്ന ഇടത്ത് നിന്ന്, പിശാച് വസിക്കുന്ന ഇടത്ത് നിന്ന്, ലോകത്തിന്റെ ഭ്രമങ്ങൾ കിടക്കുന്ന ഇടത്ത് നിന്ന് സകലത്തെയും വിട്ടിട്ട് നിത്യതയിലേക്ക് എടുക്കപ്പെടുന്നതാണ് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത്. സ്തോത്രം. കാഹളനാദത്തിങ്കൽ അവിടെ ആ സ്വസ്ഥതയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർക്കും. കേട്ടോ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർക്കും. അപ്പം അവിടെ ആ ഉയർപ്പ്, അപ്പോൾ തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനം, അപ്പോൾ തന്നെ നമ്മുടെ രൂപാന്തരം, ഇത് രണ്ടും കൂടെ സംഭവിച്ച് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതാണ് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് എന്താ ചെയ്തിരിക്കുന്നത്? സ്തോത്രം. നമ്മെ സ്തോത്രം അങ്ങോട്ടൊന്ന് ദൃഷ്ടാന്തീകരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവരൊരു യാത്ര ചെയ്തു, അവരുടെ ലക്ഷ്യം സ്വസ്ഥതയായിരുന്നു. നമ്മളും ഒരു യാത്രയിലാണ്, നമ്മുടെ ലക്ഷ്യവും സ്വസ്ഥതയാണ്. പക്ഷെ ആ യാത്രയിൽ പോയവർ വഴിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാഞ്ഞതിനാൽ, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിക്കാഞ്ഞതിനാൽ അവർ മരുഭൂമിയിൽ വീണുപോയി. സ്തോത്രം. ഇതുപോലെ നാമും മരുഭൂമിയിൽ വീണു പോകും എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അവിടെ മരുഭൂമി എന്ന് പറയുന്നത് സഹാറ മരുഭൂമി പോലെയുള്ള മരുഭൂമിയോ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന മരുഭൂമിയോ അല്ല. അവിടെ പറയുന്ന മരുഭൂമി ലോകമാണ്. നന്നായി കേൾക്കണം, ലോകമാണ്. അപ്പോ അവിടെ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാഞ്ഞതിനാൽ വീണുപോയിട്ടുണ്ടെങ്കിൽ അത് ദൃഷ്ടാന്തമാണ്. ഇവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവൻ ഇവിടെ വീണുപോകും എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അവരെന്നും നിങ്ങളെന്നും പറയുന്നത്. രണ്ടും രണ്ടാണ്. സ്തോത്രം. താഴോട്ട് വരുമ്പോൾ 8ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ, അവരിൽ ചിലർ പരസംഗം ചെയ്തു, ഒരു ദിവസത്തിൽ 23,000 വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. കണ്ടോ, അവരെ പോലെ നാം ആകരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. സ്തോത്രം. എന്നിട്ട് 11ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇത് നമുക്കുള്ള ദൃഷ്ടാന്തമാണ്. നന്നായിട്ട് കേട്ടോണം, ഇത് നമുക്കുള്ള ദൃഷ്ടാന്തമാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുകയാണ്. എന്നിട്ടാ പറയുന്നത് 12ാമത്തെ വാക്യം, അവിടെ ആരും സുരക്ഷിതരല്ല എന്ന് പറയുകയാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആരും സുരക്ഷിതരല്ല. നന്നായിട്ട് കേട്ടോണം, ആരും സുരക്ഷിതരല്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ മരുഭൂമിയിലെ സഭ എന്ന ചിന്ത
അതിന്റെ സബലീകരണത്തിലേക്ക് നീങ്ങുകയാണ്, അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ചില ആളുകളുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയും നടന്നാൽ മതി അങ്ങ് എത്താമെന്ന്. ഒരു കാരണവശാലും നടക്കുകയില്ല. മരുഭൂമിയിലെ സഭ വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ കേട്ടോ, സ്തോത്രം. എങ്ങനെയും നടന്നാൽ പോകാൻ കഴിയുന്ന ഇടമല്ല നിത്യത. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവർക്ക് അതിന്റെ കൃത്യതയേറിയ ജീവിത ശൈലിയുണ്ട്, അവർക്ക് കൃത്യതയേറിയ സ്തോത്രം ജീവിതത്തിന്റെ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിക്കുന്നവർക്ക് മാത്രമേ അവിടെ എത്താനായിട്ട് കഴിയത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അല്പം കൂടെ കാര്യമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയുകയാണ്. പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഏകാഗ്രത പോലും ഭഞ്ജിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകരുത് കേട്ടോ. അവിടെ പൗലോസ് പറയും, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ നിർമ്മലത പോലും നഷ്ടപ്പെടാത്ത, നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ പോലും നാശം സംഭവിക്കാത്ത ഒരു ആന്തരികമായി പോലും നിർമ്മലത കാത്തു സൂക്ഷിക്കുന്ന എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. സഹോദരങ്ങളെ, പലരും മുഖതാവിൽ കാണുന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലെ സ്തോത്രം. പലരും കണ്ണിൽ കാണുന്നതാണ് മനസ്സിലാക്കുന്നത്, പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നതാണ് ഞാൻ ഒരു ആത്മീകനാണെന്ന്, ഞാൻ പ്രകടിപ്പിക്കുന്നതാണ് ഞാൻ ഒരു ആത്മീകനാണെന്ന്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് പുറമേ കാണിക്കുന്ന പ്രകടനത്തിന്റെ അപ്പുറത്തെ അകമേ കാണിക്കുന്നത് ഒരു വിഷയം കൂടിയാണ്. ദൈവം ഹൃദയത്തിന്റെ ഉൾഭൂവുകളെ കൂടെ ആരായുന്നവനാണ്. അതുകൊണ്ടാണ് മനുഷ്യനിലുള്ളത് ഇന്നതെന്ന് സ്വതമേ അറിഞ്ഞിരിക്കുക, അവന് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എല്ലാവരെയും കർത്താവിനറിയാം, എല്ലാവരുടെയും ഉൾഭൂവുകളെ കർത്താവിനറിയാം, സ്തോത്രം. അപ്പം സഭയിൽ വന്നവൻ, രക്ഷിക്കപ്പെടുന്നവനെ ദിനംപ്രതി സഭയോട് ചേർത്തു. വീണ്ടും ജനനത്താൽ ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ഈ അനുഭവത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കപ്പെട്ടവൻ ജന്മനാ വരുന്നതല്ല സഭയ്ക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ജനനം കൊണ്ട് സഭയുടെ ഭാഗമാകുന്നില്ല. നന്നായിട്ട് കേട്ടോ, ആരും ജനനം കൊണ്ട് സഭയുടെ ഭാഗമാകുന്നില്ല. യഹൂദ ജാതിയിൽ ജനനം കൊണ്ടാണ് ഒരാള് എത്തപ്പെടുന്നത്. റോമാ പൗരത്വം പൗലോസ് വില കൊടുത്ത് വാങ്ങിയതല്ല, ജനനം കൊണ്ട് റോമാ പൗരനായതാ. ചിലർ വില കൊടുത്ത് വാങ്ങിയതാ. ഇതുപോലെ യഹൂദന്റെ ഇടയിൽ യഹൂദ മതാനുസാരികളുണ്ട്, അത് അങ്ങോട്ട് ചേർന്ന് വന്നവരാണ്. എന്നാൽ യഹൂദന്മാർ ജനനം കൊണ്ട് യഹൂദന്മാരായവരാണ്. ഇതുപോലെ ജനനം കൊണ്ട് ആരും സഭയുടെ ഭാഗമായി മാറുന്നില്ല. ഞാൻ 4-ാം തലമുറ പെന്തക്കോസുകാരാണ്. ഞാൻ 4-ാം തലമുറ പെന്തക്കോസുകാരനായതുകൊണ്ട് ജനിച്ചു വരുന്ന ഞാൻ സഭയുടെ ഭാഗമായിട്ടല്ല ജനിക്കുന്നത്, ഞാനൊരു മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവനാണ് സഭയുടെ ഭാഗമായി മാറുന്നത്. നന്നായിട്ട് കേട്ടോണം, രക്ഷിക്കപ്പെടുന്നവനെ ദിനംപ്രതി സഭയോട് ചേർക്കുകയാണ്. രക്ഷിക്കപ്പെടാത്ത മതത്തെ ഫോളോ ചെയ്യുന്നത് പോലെ ഒരു സൊസൈറ്റി കൾച്ചറിൽ സഭയ്ക്കകത്ത് വരുന്ന ഒരാൾ സഭയുടെ ഭാഗമല്ല, പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കും. രക്ഷിക്കപ്പെടുന്നവന് മാത്രമേ സഭയുടെ ഭാഗമാകത്തുള്ളൂ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്തേക്ക് വന്നവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്തോത്രം, ആ നിർമ്മലതയും കൂടെ നിലനിർത്തേണ്ടതുണ്ട്. നിർമ്മലത, പൗലോസ് പറയാണ്, ഉള്ളിലെ ഏകാഗ്രത പോലും വഞ്ചിക്കപ്പെട്ടത്. ഞാൻ അങ്ങനെ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഭയപ്പെടുന്നു, നിങ്ങളുടെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഭയപ്പെടുന്നു. ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കണം, സ്തോത്രം. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ്. നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കണ്ടോ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഈ ചതി എന്നൊക്കെ പറയുന്നത് ഉപായത്താലാണ്. ആ ചതി എന്ന പദം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച്, ചതി. ഈ ചതി ഒരിക്കലും ആദ്യമേ ആർക്കും മനസ്സിലാകത്തില്ല ചതിയാണെന്ന്. ചതി അങ്ങ് ഏറ്റവും എങ്കിൽ ചെന്ന് കുരുങ്ങി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇത് ചതിയാണെന്ന്. അപ്പൊ ഉപായം പ്രയോഗിച്ച് ചതിക്കുക. ഹവ്വയും ചതിച്ചത് അങ്ങനെ തന്നെയല്ലേ, ഉപായം പ്രയോഗിച്ച് ദൈവത്തെ പോലെയാകും. വളരെ മോഹനസുന്ദരമായ ഒരു വാഗ്ദാനമാണ് ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞതിനകത്ത് ഹവ്വയ്ക്ക് കിട്ടിയത്. അതിന്റെ പിന്നാലെ ഹവ്വ അങ്ങ് പോയി. ഇതുപോലെയാണ് പലർക്കും മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ്, സ്തോത്രം. ഇതുകൊണ്ടൊന്നും
അക്കരെ ചെല്ലത്തില്ല കേട്ടോ. സ്തോത്രം, നന്നായിട്ട് കേട്ടോണം. രക്ഷിക്കപ്പെടുന്നവരാ നിർമ്മലതയ്ക്കകത്ത് നിൽക്കണം. അപ്പം ഉപായത്താൽ ചതിക്കുന്നവരുണ്ട്. നമുക്കറിയാം ഈ ചതിപ്രയോഗം ഭയങ്കര ഗൗരവമായിട്ട് പൗലോസ് പുതിയ നിയമത്തിലെ വിശേഷിച്ച് എഫേസ്യ ലേഖനത്തിലൊക്കെ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും വ്യർത്ഥവാക്കുകളാൽ നിങ്ങളെ ചതിക്കരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആരും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. അങ്ങനെ ധാരാളം പദങ്ങൾ ഈ ചതിയെപ്പറ്റി പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ചതി തയ്യാറാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ടായിരിക്കാം, അത് വ്യത്യസ്തമായിട്ടുള്ള സന്ദേശങ്ങൾ കൊണ്ടായിരിക്കാം. എല്ലാം ബൈബിളിന്റെ പേരിൽ തന്നെയാണ് ചതിയെല്ലാം ഒരുങ്ങി വരുന്നത്. ഹുമനിയോസും ഫിലേത്തോസും പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ അനേകരുടെ വിശ്വാസത്തെ മറിച്ചു കളയുന്നു. വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു? മറിച്ചു കളയുന്നു. അപ്പം കേൾക്കുന്നവൻ ഇതൊരു ഭയങ്കര വെളിപ്പാട് പോലെയാണ് തോന്നുന്നത്. അവൻ കേട്ട് വെളിപ്പാട് കേട്ട് ചെന്ന് ഏറ്റവും എൻഡിൽ ചെന്ന് കഴിയുമ്പോൾ, അവൻ അതിനകത്ത് കയറി ടോട്ടലി കുരുങ്ങി കഴിയുമ്പോൾ അവസാനമായിരിക്കും മനസ്സിലാകുന്നത്, ഒടുവിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലായി പോകും. അതുകൊണ്ട് പറയുന്നത് ചതിക്കരുത്. പിശാചിന്റെ എല്ലാ കാലത്തെയും തന്ത്രം അതാണ്, ചതിക്കുക. ഇപ്പൊ പൗലോസ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളെ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്. മരുഭൂമിയിലെ സഭ എപ്പോഴും കേട്ടോണം, വൈരുദ്ധ്യാത്മകമായ ഉപദേശങ്ങളും പാഷാണ്ഡ ചിന്തകളുമായിട്ട് ഒരു വലിയ കൂട്ടം, സ്തോത്രം, രംഗപ്രവേശം ചെയ്യുമ്പോൾ, ഞാൻ പഠിപ്പിക്കലുകളുടെ പേരുകളൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട്. പഠിപ്പിക്കലുകളുടെ പേരുകളൊന്നും പറയുന്നില്ല. നവീനമായ പുത്തൻ ആശയങ്ങൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുത്തൻ ചിന്തകൾ, ജനത്തിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന, ജനത്തിന്റെ ഭക്തിയെ, ജനത്തിന്റെ വിശുദ്ധിയെ, ജനത്തിന്റെ ദൈവിക ഭയത്തെ തകർത്ത് കളയുന്ന ആളുകൾ ദൈവ ഭയത്തിനെതിരെയാണെന്ന് പ്രസംഗിക്കുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു, ഭയപ്പെടണം, ഭയപ്പെട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. പൗലോസൊക്കെ ഭയപ്പെടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ചിലർ പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ നമുക്ക് എന്തും ആകാമല്ലോ. ഇതൊക്കെ ചതിയാണെന്ന് ജനം തിരിച്ചറിയണം കേട്ടോ. മരുഭൂമിയിലെ സഭ, എൻ ടൈമിലേക്ക് വന്നു നിൽക്കുന്ന സഭ ചതികളെ തിരിച്ചറിയണം, ചതി പ്രയോഗങ്ങളെ തിരിച്ചറിയണം. അങ്ങനെയുള്ള ആശയങ്ങളെ, നവീന ഉപദേശങ്ങളെ, പുത്തൻ പഠിപ്പിക്കലുകളെ സഭ തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ നിൽക്കണം സഭ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം സഭയ്ക്ക് നിർമ്മലത വേണം. ഞാൻ സ്തോത്രം, ഈ സഭയുടെ 1-2 ക്വാളിറ്റികളും കൂടെ പറഞ്ഞിട്ട് വേഗം എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ, സ്തോത്രം, എങ്ങനെയും നടക്കുന്ന എല്ലാവരും സഭയുടെ ഭാഗമൊന്നുമല്ല. സഭയ്ക്ക് സഭയുടേതായ ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന ചില വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം കാണുമ്പോൾ, എങ്ങനെയും നടക്കുന്നവൻ സഭയുടെ ഭാഗമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ സഭ എങ്ങനെ കാണണം? കർത്താവിനെ, സഭയെ വളരെ വ്യക്തതയോടെയാണ് കാണേണ്ടത്. എങ്ങനെ കാണണം? കറയും ചുളുക്കവും മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കേട്ടോ. സഭയെ കർത്താവിനെ കറയില്ലാത്തതായി കാണണം, ചുളുക്കമില്ലാത്തതായി കാണണം, ശുദ്ധയായി കാണണം, നിഷ്കളങ്കയായി കാണണം. സ്തോത്രം. ഇങ്ങനെ ഉള്ളത് മാത്രമാണ് സഭ. അല്ലാത്തതൊന്നും സഭയുടെ ഭാഗമല്ല. വീശുമുറം വരുന്നത് വരെ ഈ പതിരും അതുപോലെ ഗോതമ്പും ഒരുമിച്ച് കിടക്കും. വീശുമുറം വരുമ്പോൾ മാത്രമാണ് ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കളയും ഗോതമ്പും ഒരുമിച്ച് വളരുകയാണ്. കൊയ്ത്തിനായി കത്തി വീഴുമ്പോൾ മാത്രമാണ് ഇവ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. ഇതുപോലെ സഭ എന്ന് പറയുന്നത് കറയും ചുളുക്കവും മുതലായ ഒന്നുമില്ലാത്തതാണ്. ആ സഭ ശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. അല്ലാത്തതൊന്നും സഭയല്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ബൈബിളിന് വൈരുദ്ധ്യമാണ്, പഠിപ്പിക്കലുകൾക്കെതിരാണ്, അത് വഞ്ചിക്കുന്നതാണ്. വഞ്ചിക്കപ്പെടരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. അടുത്തൊരു വാക്യം ഞാൻ പറയാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത കാര്യം നമുക്ക് കാണാം. അത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ എന്താ പറയുന്നത്? അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും
കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. സ്തോത്രം. നമ്മൾ അങ്ങനെയല്ല പാടുന്നത്. കുറ്റം കൂടാതെ നമ്മെ തേജസ്സിന് മുൻപാകെ മുറ്റും നിർത്തുവാൻ കഴിവുള്ളവനെ. നമ്മളെ അപ്പൊ എങ്ങനെ നിർത്തണം? കുറ്റം കൂടാതെ നിർത്തണം. എവിടെ നിർത്തണം? തേജസ്സിന്റെ മുൻപിൽ. കുറ്റം കൂടാതെ തേജസ്സിന്റെ മുൻപിൽ നിർത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, സഭ എന്ന് പറയുമ്പോൾ സഭയുടെ ക്വാളിറ്റി ഉണ്ട്. എനിക്ക് പെട്ടെന്ന് അടുത്ത ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തുടരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് വേഗം അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. എനിക്കിതൊന്നും വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആ ഭാഗമൊക്കെ ധ്യാനിച്ചാൽ മതി. ആ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യനായി വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ വിശുദ്ധീകരണത്തിൽ എങ്ങനെ വേണം? അനന്യരായി വെളിപ്പെട്ട് വരണം. സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. ബോധിച്ചതുപോലെ നടക്കുന്നവരെല്ലാം സഭയുടെ ഭാഗമല്ല. 5-ാം അധ്യായം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അവിടെ സഭയുടെ അടുത്ത ക്വാളിറ്റി കാണാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളുടെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഭാഗമൊക്കെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ. ക്ലീൻ ഷേവ് ആണോ സഭ? അല്ല. വെള്ളയിടുന്നതാണോ സഭയുടെ ഭാഗമാകുന്നതിന്റെ തെളിവ്? അല്ല. അത് ഭയങ്കര ഡീപ്പർ ലെവലിലുള്ള ഒന്നാണ്. ഒരുപക്ഷെങ്കിൽ ദൈവസഭയുടെ ഭാഗമായവർ ഇതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ സ്തോത്രം, സഭ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഗൗരവമേറിയതാണ്. വളരെ ക്വാളിറ്റി ഉള്ളതാണ്. ഇത് മാത്രമല്ല, ഇനിയും പല കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ടുണ്ട്. സ്തോത്രം. എനിക്കറിയാം പല ദേവദാസന്മാർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് പിന്നീട് ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? അവിടെ അതിന്റെ 11-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കണം. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ സ്തോത്രം, ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കേട്ടോ, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കും. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ചെയ്യുന്നതെല്ലാം ചെയ്ത പാപത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനും ചെയ്യാനിരിക്കുന്ന പാപത്തിനും വേണ്ടി യേശു മരിച്ചത് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു എന്ന് പറയുന്നതല്ല. നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ ബെസ്റ്റിൽ, നിങ്ങളുടെ പരമാവധിയിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം. ഇതാണ് പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രകടമായ ആ തെളിവെന്ന് പറയുന്നത്. എത്ര വിശുദ്ധ ജീവനം. 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. കേട്ടോ, സഭ ജീവനവും ഭക്തിയുമുള്ളവരാകുന്നത് കൊണ്ടാണ് എന്ന് നാം വസിക്കുന്ന അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. സഭയ്ക്ക് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ഇതാണ് വാസ്തവത്തിൽ സഭ. അല്ലാതെ കെട്ടിടമല്ല, കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല ചർച്ച്, ഒരു ബോർഡല്ല ചർച്ച്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, സാർവത്രികമാണ് സഭ. ഈ സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെയുള്ള ഒരു സഭയുടെ ഭാഗമാകാൻ, ഇങ്ങനെ ഒരു സഭയിൽ ഉറച്ചു നിൽക്കാൻ ഒരഭിഷേകമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത്. ഇതാണ് വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലാതെ അടിയും വഴക്കും തല്ലും വെട്ടും കുത്തും ഉണ്ടാക്കുന്നതൊന്നും സഭയുടെ ഭാഗമല്ല. അത് പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായിരിക്കും. ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടും കൂടെ കൊയ്ത്തോളം വളരുന്നതേ ഉള്ളൂ. വീശുമുറം വരുന്നത് വരെ പോകുന്നതേ ഉള്ളൂ. സഭ ഈ പറയപ്പെട്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ തുടർമാനമായി കർത്തൃദാസന്മാർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പല നിലകളിൽ പല കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ പരിമിതമായ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അനിൽ ബെനീസിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ തുടർമാനമായി ദൈവദിനം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.